വിമർശനവുമായി ഓർത്തഡോക്സ് സഭ തൃശൂർ ഭദ്രാസനാധിപൻ യുഹന്നോൻ മാർ മിലിത്തിയോസ്. മുഖ്യമന്ത്രിയുടെ അമേരിക്കൻ യാത്രയ്ക്കെതിരെയാണ് വിമർശനം. വല്ല മതിലും ഇടിഞ്ഞു വീണാൽ കേരള സംസ്ഥാനം അനാഥമാകില്ലേ എന്നും അതുകൊണ്ടാണ് ചികിത്സയ്ക്ക് അമേരിക്കയിലേക്ക് പോകുന്നതെന്നും ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പിൽ പറയുന്നു. സ്കൂൾ വിദ്യാർത്ഥികൾക്കിടയിൽ നടപ്പാക്കുന്ന നൃത്തവ്യായാമ പദ്ധതിയായ സൂംബയെ വിമർശിച്ച് ഫേസ്ബുക്ക് പോസ്റ്റിട്ടതിന് അധ്യാപകനെ സസ്പെൻഡ് ചെയ്തതിനെതിരെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ. ഒരു അധ്യാപകന് അഭിപ്രായം പറയാൻ കഴിയില്ലേ എന്നും അധ്യാപകനെതിരെ നടപടിയെടുത്തത് മാനേജ്മെന്റിനെ ഭീഷണിപ്പെടുത്തിയാണെന്നും പ്രതിപക്ഷ നേതാവ് പറഞ്ഞു. അഭിപ്രായം പറഞ്ഞതിന് അധ്യാപകനെ സസ്പെൻഡ് ചെയ്തത് ശരിയല്ല. വ്യത്യസ്ത അഭിപ്രായങ്ങൾ ഉണ്ടെങ്കിൽ ചർച്ച ചെയ്ത് പരിഹരിക്കണമെന്നും വി ഡി സതീശൻ തൃശൂരിൽ പറഞ്ഞു. കേരള സ്പോർട്സ് കൗൺസിലിന് കീഴിൽ ഇടുക്കി നെടുങ്കണ്ടത്ത് പ്രവർത്തിക്കുന്ന സെൻട്രലൈസ്ഡ് സ്പോർട്സ് ഹോസ്റ്റൽ അടച്ചുപൂട്ടൽ ഭീഷണിയിൽ. നെടുങ്കണ്ടത്തേക്ക് സ്പോർട്സ് കൗൺസിൽ കുട്ടികളെ അനുവദിക്കാത്തതാണ് പ്രതിസന്ധിക്ക് കാരണം. ഈ അധ്യയന വർഷം ഇവിടേക്ക് പുതുതായി എത്തിയത് ഒരു കായിക താരം മാത്രമാണ്. 2008 നെടുങ്കണ്ടത്ത് ആരംഭിച്ച സ്പോർട്സ് ഹോസ്റ്റലിൽ തുടക്കത്തിൽ 98 താരങ്ങളാണ് ഉണ്ടായിരുന്നത്. ജൂഡോ, അത്ലറ്റിക്സ്, ആർച്ചറി എന്നീ ഇനങ്ങളിൽ പരിശീലനവും ഉണ്ടായിരുന്നു. ജൂഡോയിൽ 5 താരങ്ങൾ അന്തർദേശീയ മത്സരങ്ങളിൽ വരെ നേട്ടം സ്വന്തമാക്കിയതുൾപ്പെടെ നെടുങ്കണ്ടത്തെ കുട്ടികൾ മികച്ച നേട്ടമാണ് ഇക്കാലയളവിൽ സ്വന്തമാക്കിയത്. എന്നാൽ പിന്നീട് സ്റ്റേഡിയമില്ലെന്ന കാരണം ചൂണ്ടിക്കാട്ടി അത്ലറ്റിക്സ് വിഭാഗം നിർത്തി. തുടർന്ന് ജൂഡോയിലും ആർച്ചറിയിലുമായി 60ഓളം കുട്ടികളുണ്ടായിരുന്നു. ഈ വർഷം മുതൽ ആർച്ചറിയുടെ പരിശീലനവും അവസാനിപ്പിച്ചു. അവശേഷിച്ച ജൂഡോയ്ക്കായി ഈ വർഷം സ്പോർട്സ് കൗൺസിൽ പുതിയതായി അയച്ചത് ഒരാളെ മാത്രം. പെൺകുട്ടികളടക്കം 11 പേരാണ് നിലവിൽ ഇവിടെയുള്ളത്. നെടുങ്കണ്ടത്തെ ഹൈ ആൾട്ടിറ്റ്യൂഡ് സിന്തറ്റിക് സ്റ്റേഡിയം പൂർത്തിയായതോടെ അത്ലറ്റിക് പരിശീലനം പുനരാരംഭിക്കുമെന്നായിരുന്നു പ്രതീക്ഷ. എന്നാൽ അതും ഉണ്ടായില്ല. നമ്മുടെ കുത്തകയായിട്ടിരുന്ന ദേശീയ ചാമ്പ്യൻഷിപ്പ് പട്ടങ്ങളൊക്കെ ഏതാണ്ട് 4 വർഷമായിട്ട് മറ്റ് സംസ്ഥാനങ്ങൾ കൈയടക്കാം. നമ്മൾ ഹരിയാനയും നമ്മുടെ അടുത്ത തമിഴ്നാടും പഞ്ചാബും ഗുജറാത്തൊക്കെ കൈയടക്കുന്ന അവസ്ഥകൾ കാണുമ്പോൾ ഈ സൗകര്യങ്ങൾക്ക് കൊടുക്കേണ്ട അല്ലെങ്കിൽ പുതിയ കായിക താരങ്ങളെ സൃഷ്ടിക്കേണ്ട വളർത്തിയെടുത്തുകൊണ്ട് വരുന്ന ഏജൻസിയായ സ്പോർട്സ് കൗൺസിൽ കുട്ടികളെ കൊടുക്കാതെ ഇരിക്കുന്നത് വളരെ ഈ മേഖലയ്ക്ക് വളരെ ആശങ്കയോട് തന്നെയാണ് ഈ മേഖല പ്രവർത്തിക്കുന്ന ഒരു അധ്യാപനം എന്ന് നമുക്ക് പറയാനുള്ളത്. ഈ അവസ്ഥകൾക്കൊക്കെ മാറ്റം ഉണ്ടാകണമെങ്കിൽ പുതിയ